നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1018th day. Today 26th sloka of Pradhama Skandam, 13th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1018ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 26ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 26ാമത്തെ ശ്ലോകം. ഓം യത് സ്വഖാത് പരതോ വേഹ ജാതനിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹാത് പ്രവ്രജേത് സ നരോത്തമ. യത് സ്വഖാത് പരതോ വേഹ ജാതനിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹാത് പ്രവ്രജേത് സ നരോത്തമ. ഓം തത്സത്. സർവ പദം പിരിക്കേണ്ടത് സ്വകാത്. യ സ്വകാത് പരതോ വേഹ ജാതനിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹാത് പ്രവ്രജേത് സ നരോത്തമ. നരോത്തമ ഒരു നരന്മാരിൽ മനുഷ്യരിൽ വെച്ച് ഉത്തമനായിട്ടുള്ളവരുടെ എപ്രകാരം, കഴിഞ്ഞ ശ്ലോകത്തിൽ ധീരനായിട്ടുള്ളവർ എപ്രകാരമായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഉത്തമനായിട്ടുള്ള പുരുഷൻ എപ്രകാരമാണ് എന്ന് പറയുകയാണ്. പദം പിരിക്കേണ്ടത് പദങ്ങളുടെ അർത്ഥം സ്വകാത് സ്വാഭിപ്രായത്തിലോ പരത വ അന്യോപദേശത്താലോ ഇഹ ഇതിൽ ജാത നിർവേദ നിർവേദം ജനിച്ചവനും ആത്മവാൻ ആത്മാവിനെ അറിഞ്ഞവനുമായിട്ട് ഹൃദയത്തിൽ ഹരിയെ ഭഗവാനെ കൃത്വാ ചെയ്തിട്ട് ഗേഹാത് ഗൃഹത്തിൽ നിന്ന് യാതൊരുത്തൻ പ്രവ്രജേത് ആത്യന്തികമായി ഗമിക്കുക എന്നേക്കുമായി പുറത്തേക്ക് പോകുന്നുവോ സ അവൻ നരോത്തമഃ നരോന്മാരിൽ ഉത്തമനാകുന്നു. അതായത് വിദുരർ ധൃതരാഷ്ട്രർക്ക് ഉപദേശം ചെയ്യുന്നതാണ് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദുരർ പറയുകയാണ്, മനുഷ്യന്മാരിൽ വെച്ചിട്ട് ഉത്തമൻ്റെ ലക്ഷണം എപ്രകാരമായിരിക്കും, നരോത്തമൻ്റെ ലക്ഷണം എപ്രകാരമായിരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. സ്വബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ടോ സ്വന്തം അഭിപ്രായത്താലോ അല്ലെങ്കിൽ ആപ്തനായ ഗുരുവിൻ്റെ ഉപദേശത്തെ അനുസരിച്ചോ തന്നേക്കാൾ അറിവുള്ളവരുടെ ഉപദേശത്തെ അനുസരിച്ചോ ഈ ശരീരത്തെക്കുറിച്ചുള്ള അഭിമാനം ഉപേക്ഷിച്ച് സ്വാത്മസ്വരൂപനായിട്ടുള്ള ആ ഭഗവാനെ ഹൃദയത്തിൽ നന്നായി ധരിച്ച് ജനന മരണകേശങ്ങളെയൊക്കെ നശിപ്പിച്ച് പരമസ്വരൂപനായിട്ടുള്ള ആ ഹരിയെ ഹൃദയത്തിൽ ഉറപ്പിച്ച് അദ്ദേഹം ഇനി മടങ്ങി വരികയില്ല. അതായത് ഈ സ്വന്തം ബന്ധങ്ങളിലേക്കും സ്വന്തം ഗൃഹത്തിലേക്കും സ്വന്തമായിട്ടുള്ള ഒന്നും തന്നെയില്ല, ഇനി തിരിച്ചു വരവില്ല എന്ന് നിശ്ചയത്തോടുകൂടി വീട് വിട്ട് പുറത്തു പോകുന്നവരെ തന്നെ മനുഷ്യന്മാരിൽ വച്ച് ഉത്തമൻ. ഒരു പ്രായമായി കഴിഞ്ഞാൽ ഇനി തിരിച്ചു വരവില്ല എന്ന് കരുതി ഏതെങ്കിലും തീർത്ഥഭാഗത്തേക്ക് ചെന്ന് അവിടെ ആ ഭഗവാനെ സ്മരിച്ച് ഭഗവാനിൽ തന്നെ ലയിച്ച് നിത്യവൃത്തി വളരെ ചുരുക്കി കഴിച്ചിട്ട് അവിടെ നിന്നും തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കുവാൻ ധൈര്യമുള്ള ആൾ തന്നെയാണ് മനുഷ്യരിൽ വെച്ച് ഉത്തമനായിട്ടുള്ള ആൾ എന്ന് പറയുകയാണ് വിദുരർ. ആ കാലത്തൊക്കെ കാടിൽ പോയി എത്ര വലിയ ചക്രവർത്തിമാരായാലും ഒരു പ്രായമെത്തിയാൽ രാജ്യഭാരമൊക്കെ മക്കളെ ഏൽപ്പിച്ച് കാട്ടിൽ ചെന്ന് തപസ് ചെയ്ത് മോക്ഷമടയുക. കാട്ടിൽ വെച്ച് എപ്രകാരം തീയിൽപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ മൃഗങ്ങളാലോ എപ്രകാരം ശരീരം ഉപേക്ഷിക്കപ്പെട്ടാലും അതിനൊന്നും പ്രശ്നമില്ല. ശരീരമേ അല്ല, തങ്ങൾ ശാരീരികമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും പുത്രന്മാരും മറ്റുള്ള ഭാര്യ
ബന്ധുക്കൾ, രാജ്യം, ധനം, സമ്പത്ത് എല്ലാറ്റിനോടുമുള്ള ആസക്തി ഉപേക്ഷിച്ച് ഭഗവാനിൽ തന്നെ ലയിച്ച് ഭഗവാൻ തന്നെ സർവസ്വവും, നാം ആത്മസ്വരൂപിയായ ഭഗവാനിലൂടെയാണ് നാം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി ആത്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനിൽ സർവസ്വവും ലയിപ്പിച്ച് ആർക്ക് പോകാൻ ഈ ലൗകികങ്ങളെയെല്ലാം വിട്ടു പോകാൻ സാധിക്കുമോ അവൻ തന്നെ ഉത്തമന്മാരിൽ വെച്ച് ഉത്തമനായിട്ടുള്ള പുരുഷൻ എന്ന് പറയുകയാണ് വിതുരർ. അതിന് പ്രത്യേകമായ ധൈര്യം, കഴിഞ്ഞ ശ്ലോകത്തിൽ ധൈര്യം പറഞ്ഞു. ധൈര്യം ഉണ്ടെങ്കിലേ അതൊക്കെ സാധിക്കുകയുള്ളൂ. അറിവും ധൈര്യവും ഒരുമിച്ചുണ്ടായാൽ മാത്രമാണ് ഇപ്രകാരം എല്ലാം ഉപേക്ഷിച്ച് താൻ ആത്മസ്വരൂപിയാണ്, തൻ്റെ ഉള്ളിൽ ആ ഹരി കുടികൊള്ളുന്നു, ആത്മസ്വരൂപത്തിലേക്ക് തനിക്ക് ലയിക്കണം, ഈ ഇഹലോക ജീവിതം അതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കും, പിടിച്ചു പിറകോട്ട് വലിക്കും എന്നറിഞ്ഞ് ഇത് ഉപേക്ഷിച്ച് പോകാൻ സാധിക്കുകയുള്ളൂ. ശ്ലോകം ഒരിക്കൽ കൂടി. യസ്വകാത് പരദോ വേഹ ജാതനിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹാത് പ്രവ്രജേത് സ നരോത്തമ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.